ആദ്യം ഒന്ന് തുടങ്ങി വെക്കാം. എന്തായാലും ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ഞാൻ കൃഷ്ണകുമാർ ഡോക്ടർ എൻ്റെ റിവ്യൂ ആരംഭിക്കാറുണ്ട്. അപ്പം എന്നും പോയ പോലെ തന്നെ ഇതൊരു അടിപൊളി സംഭവങ്ങളോട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇത് എന്തായാലും മനസ്സിലാകായികയൊന്നുമില്ല, വളരെ ക്ലിയറായിട്ട് തന്നെ സ്മിത ഡോക്ടർ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, അത്യാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അറിയുന്നൊരു സുഹൃത്ത്, ഡോക്ടർ സുഹൃത്തിൻ്റെ പുള്ളി ഏത് റോയിലാണ് വരുന്നത്, ഏത് മെഡിസിനായിരിക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ എന്തായാലും നന്ദി. ബുദ്ധിമുട്ടുന്നതിന് നമ്മൾക്കറിയാം, ഡോക്ടറും സംഘമൊക്കെ ഇതിനു വേണ്ടി കാര്യമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. വളരെ നൈസായിട്ട് ക്ലാസ് പോകുന്നുണ്ട്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് കുറേയധികം ചിന്തയ്ക്ക്, അതുപോലെ വീണ്ടും നമ്മൾ ഇതെന്താന്ന്, ഇതെങ്ങോട്ടേക്ക് പോകണമെന്നുള്ളൊരു പിടി അധികം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇതിപ്പോൾ ഇതുവരെ നമ്മൾ ശീലിച്ചു വന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഗതിയിലേക്കാണ് നമ്മൾ ട്രാക്ക് തിരിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ആകെ ഇങ്ങനെ പതറിയൊക്കെയായിരുന്നു. പക്ഷേ ട്രാക്കിൽ കൂടി ഓടി തുടങ്ങിയപ്പോൾ രസമായിട്ട് തോന്നി. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. മനസ്സിലായി, നമ്മളിവിടെ വളരെ സീരിയസ് ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ കിട്ടിയതുകൊണ്ട് നമ്മളങ്ങനെ ഗൗരവമായിട്ടൊക്കെ തന്നെ ഇരുന്നു. പക്ഷേ രസം അതിൽ കലർത്തി പോയപ്പോൾ നമ്മൾ അറിഞ്ഞില്ല ക്ലാസ് സമയം പോയത്. ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഞാനും ഡോക്ടർ ഷഫീറും കൂടി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കാറിൽ കയറുന്ന രണ്ടുപേരും ഒന്നും മിണ്ടണില്ല. രണ്ടുപേരും ഇതിനകത്തിങ്ങനെ മുഴുകിയിരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്. എടോ എന്താണിത്, എന്താണ് കേൾക്കണേ, എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? അപ്പം സംഗതി അത് ഉള്ളിലിങ്ങനെ കിടപ്പുണ്ട്. സംഗതി തലയ്ക്കുള്ളിലായി അത്. അല്ലെങ്കിൽ അത്ര നേരം ഞങ്ങൾ മിണ്ടാതിരിക്കില്ല. പിന്നെ കുറേ കൊണ്ട് യാത്ര ചെയ്തപ്പോൾ നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം, നമുക്ക് നോക്കണം, ഡിസ്കസ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ പിരിഞ്ഞത് തന്നെ. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളൊരു കൂട്ടുകാരനായിരുന്നു, അവൻ ഭയങ്കര ചൂടനായിരുന്നു. അപ്പോൾ അവനൊന്ന് നന്നാക്കണം നമുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സിംറ്റം പറയും, ഷഫീർ 2 സിംറ്റം പറയും അവൻ്റെ. അങ്ങനെ ഞങ്ങൾ സിംറ്റം പറഞ്ഞ് അവനെ വെൽഫെയർ ഗ്രൂപ്പിൽ എത്തിച്ച് എന്തായാലും. അപ്പം ഇനിയിപ്പോൾ അവനെ കാണുമ്പോൾ അത് വാങ്ങിച്ച് മേത്ത് തളിച്ചാൽ മതി, അപ്പോൾ അവൻ നന്നാവും. അങ്ങനെ അവൻ നന്നാക്കി എടുത്തിട്ട് നമുക്ക് കൂടെ കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ കരുതിയിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ രസകരമായിട്ടുള്ള യാത്രയായിരുന്നു ഇന്നലെ. അവിടം വരെ പല കാര്യങ്ങളൊക്കെ ഞങ്ങൾ പണ്ട് പോകുമ്പോൾ സംസാരിക്കുമായിരുന്നു, ക്ലാസ്സിലല്ലാത്തത്. ഇന്നലെ അങ്ങനെയല്ലായിരുന്നു. ഇന്നലെ അവിടം വരെ ഇതിനെപ്പറ്റിയുള്ളതും ഇതെങ്ങനെ ഉണ്ടായി, നമ്മൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ല, ഇത് സംഗതി. അപ്പോൾ അതിനെപ്പറ്റി മാത്രമായിരുന്നു ഇന്നലെ ഡിസ്കഷൻ എന്നുള്ള രസം. പിന്നെ ഇടയ്ക്ക് കുറച്ച് പൊളിറ്റിക്സ് പറഞ്ഞു, കുറച്ച് നേരത്തേക്ക്. അതെന്തോ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണത്. അതൊഴികെ ബാക്കി അങ്ങ് അറ്റം വരെ ഇത് തന്നെയായിരുന്നു സംസാര വിഷയം. ഏതായാലും ഇനിയും നമ്മുടെ സ്മിത ഡോക്ടർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. ഏതായാലും നമുക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ തുറന്നു പറയുകയും നമുക്ക് മനസ്സിലാക്കി തരികയും വളരെ എളുപ്പ വഴിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്ത സ്മിത ഡോക്ടർക്ക് നമ്മൾ എത്ര 1000 നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു. ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ. ഈ 25 വർഷം മുമ്പേ യാൻ ഷോൾട്ടിൻ്റെ ക്ലാസ് കേട്ടപ്പം ഒരു തരി പോലും പിടികിട്ടിയില്ല. ഇന്നലെ ആ ക്ലാസ് കേട്ടപ്പം ഇതിങ്ങനെയാണല്ലേ, ഇതാണ് ഇതിൻ്റെ സംഭവം അല്ലേ എന്നൊരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് പറയുള്ളൂ. ഇതാണ് ഇതിൻ്റെ സംഭവം എന്നും. അപ്പം ഞങ്ങൾ കാറിൽ തന്നെ കൃഷ്ണകുമാർ ഡോക്ടറും ഷഫീർ ഡോക്ടറും ഞങ്ങളും നസീമേറ്റും കൂടി പോകുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറയുണ്ടായി, ഇത് നമുക്ക് മനസ്സിലായിട്ട് നമുക്കത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മിറാക്കിൾസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ വന്നു. അതേപോലെ തന്നെ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നസീമയായിട്ട് സംസാരിച്ചപ്പം പറയുണ്ടായി, നമ്മളെ പ്രൂവിങ് അപാര
ഇപ്പം സേ ലാക്ക് ഓഫ് വൈറ്റാലിറ്റി എന്ന് കാർബോവിച്ച് പറയുന്നതും ഈ നമ്മളിലുള്ള കാർബൺ ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് നമ്മളെ പ്രൂവിങ് അല്ലെങ്കിൽ നമ്മളെ മെഡിസിൻ ഈസ് ഹൈലി സയൻറ്റിഫിക് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം ഇന്നലെ ലാക്ക് തന്നെ 25 ഉണ്ട് എന്ന് പറയുമ്പം നമ്മൾ ആ സിമിലിമത്തിൽ എത്തണമെങ്കിൽ നല്ലോണം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമിലിമത്തിലെത്താം. പക്ഷെ അങ്ങനെ ഒരു മരുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മിറാക്കിൾസ് ഉണ്ടാക്കാം എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലത്തെ ക്ലാസ് നല്ല സൂപ്പറായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഇന്നലത്തെ ആയിരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ലിഥിയത്തിന് അമ്മയുടെ കൂടെ സെപ്പറേഷൻ പറ്റില്ല എന്ന്. ഇന്ന് രാവിലെ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. CRF ആണ്, ക്രിയാറ്റിൻ 2 ഒക്കെ കഴിഞ്ഞ കേസാണ്. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കേസ് എടുത്തെടുത്ത് അയാളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുറേ ചകഞ്ഞ് വന്നപ്പോഴേക്കും ലാസ്റ്റ് ഇങ്ങനെ പറയുന്നതാണ്, ഇയാളുടെ അമ്മ മരിച്ചിട്ട് 10 വർഷമായിരുന്നു, ഇപ്പോഴും അയാൾക്ക് അമ്മ വേണമെന്ന് പറയണ. അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഇയാൾ മേക്കപ്പ് മാനാണ്, ജോലിക്ക് പോകും. വർക്കിനൊക്കെ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാവിലെ എല്ലാ ദിവസവും എഴുന്നേറ്റാൽ അമ്മയുടെ ഫോട്ടോയിൽ പ്രാർത്ഥിച്ച് തൊഴുത് കഴിഞ്ഞിട്ടേ ഇയാളുടെ ഡേ തുടങ്ങുള്ളെന്ന് അയാൾ പറയുന്നത്. എനിക്കിപ്പോഴും അമ്മ വേണമെന്നുണ്ട്. അമ്മ മരിച്ച ദിവസത്തെ ഓർമ്മകളുണ്ട്. അമ്മ എന്നെ കാത്തിരുന്ന് തലേദിവസം മരിക്കുന്ന തലേദിവസം ഇന്ന് ഞാൻ കൈ പിടിച്ച് കൊണ്ടുപോയി ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി എന്നിട്ട് എന്നോട് വർത്തമാനം പറഞ്ഞ് ഞാൻ കട്ടിലേ കിടത്തി. അതുവരെ എനിക്ക് വേണ്ടി അമ്മ കാത്തിരുന്നു. പിറ്റേ ദിവസമാണ് അമ്മ മരിച്ചത്. എനിക്കിപ്പോഴും അമ്മ വേണം, അമ്മയായിരുന്നു എൻ്റെ എല്ലാം. അമ്മ 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 എപ്പോഴും ഇയാൾ പറയുന്ന അമ്മ അമ്മ അമ്മ. അപ്പം ഞാൻ ശരിക്കും ഇങ്ങനെ വല്ലാണ്ടൊരു ഇതിലായിപ്പോയി. കാര്യം ഇന്നലെ പഠിപ്പിച്ച് ഇന്ന് അതേമാതിരി. അത് എന്താണെന്നറിയില്ല. അങ്ങനെ അപ്പം നമ്മൾ എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ ആണ് നമ്മുടെ ഗുരുവിൻ്റെ വിജയം നമ്മൾ പറയുന്ന കാര്യം. വിദ്യാർത്ഥികൾക്കത് മനസ്സിലാകാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എനിവേ വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളും കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല, കാര്യം നിറയെ പേഷ്യൻ്റ് ആയിരുന്നു, എനിക്ക് തിരക്കായിരുന്നു. ഞാൻ ബുക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പഠിക്കണം എന്ന് വെച്ചു, പക്ഷെ പറ്റിയില്ല. എന്തായാലും പഠിക്കും കേട്ടോ. ഇന്നലെ വൈകിട്ട് രാത്രി കുറച്ചു നേരം കൊണ്ടുവന്നപ്പോൾ ഒന്ന് മറിച്ചൊക്കെ നോക്കിയായിരുന്നു. ഓക്കെ, കൂടുതലും മനസ്സിലായി. നല്ല ക്ലാസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ബുക്ക് വായിക്കാൻ കുറച്ച് നോക്കിയിരുന്നു ഇന്ന് രാവിലെ, അത്ര തന്നെ. ഇനി വായിച്ചു നോക്കാം. നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടറെ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എല്ലാം വേഗം മനസ്സിലാവുന്നുണ്ട്. അതെ, ഇപ്പോൾ ഈ ഡിസ്കഷൻ വളരെ പ്രയോജനപ്പെടും. ഇപ്പൊ തന്നെ ഇത് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇപ്പൊ മുന്നോട്ട് പോകാന്നുള്ളൊരു കോൺഫിഡൻസ് കുറേശ്ശായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഡിസ്കഷൻ എന്തായാലും തുടരണം. പല കേസുകളായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്താൽ വളരെ പ്രയോജനം ചെയ്യും. ഓക്കെ, താങ്ക് യു. സ്മിത ചേച്ചി നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ ഈ ഹൈഡ്രജനൊക്കെ ഇതിനു മുമ്പ് ഞാൻ മറ്റേ സുജിത് ചാറ്റർജി സാറിൻ്റെ യൂട്യൂബിലുണ്ടല്ലോ അതിൻ്റെ ജസ്റ്റ് നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഹൈഡ്രജൻ്റെ ഹീലിയത്തിൻ്റെ അങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ. പക്ഷെ കാരണം ഈ പേഷ്യൻറ്റിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായാലാണല്ലോ ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കണേന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ പറഞ്ഞപ്പോഴാണ് അത് ഈ ഒരു ഇന്നലെ ചേച്ചി പറഞ്ഞല്ലോ, ഞാനെന്താ പുകയാണോ എന്നെ കാണാൻ പറ്റുന്നില്ലേ, ഈ ഒരു എക്സ്പ്രഷൻ പലരും പറയാറുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത് ഇന്നലെ പറഞ്ഞു കേട്ടപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും. പിന്നെ അതുപോലെ ആ കേസാണെങ്കിലും വെറുതെ അത് നേരത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ കണ്ടന്റ് എന്നുള്ളൊരു റൂബ്രിക് അല്ലാണ്ട് ഇതിൽ ഇനി എന്താ എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അത് ഇന്നലെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളതിനെ
എന്ന് വെച്ചാൽ ഈ മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവരുടെ കേസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇവർ ഫുൾ മലയാളം ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, അത് തന്നെയാണല്ലോ ഈ ബുക്കിലും ഉള്ളത്. അപ്പം നമ്മുടെ ആ ഒരു ലാംഗ്വേജിലേക്ക് വരുമ്പോഴല്ലേ നമുക്കിത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നുള്ള മനസ്സിലാവുള്ളൂ. അപ്പം ഇന്നലെ അത് പറഞ്ഞപ്പോഴാണ് ഓ ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു ഇതിൽ വരണതാണല്ലോ എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ കേസ് വെച്ചിട്ട് കേൾക്കുമ്പോഴാണ് എനിക്ക് കേട്ടോ, മറ്റുള്ളവരുടെ കാര്യം അറിയില്ല, കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. ആ ഒരു കേസ് വെച്ച് ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും ഫോർത്ത് റോ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി അങ്ങനെയൊക്കെ കേൾക്കുന്നല്ലാണ്ട് മണി എന്നൊക്കെ പറയെങ്കിലും പക്ഷേ ഇപ്പം ആ പേഷ്യൻ്റ് കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ ഒരു ഇതാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് മനസ്സിലായത്. നല്ലതായിരുന്നു ഇന്നലത്തെ ക്ലാസ്. യെസ് ഡോക്ടർ സ്മിത, ഇന്നലെ എനിക്ക് ശരിക്കും ഈ റോ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് കോളം എടുക്കാൻ തുടങ്ങിയപ്പം ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയപ്പോൾ ഞാൻ കൺഫ്യൂഷനിലായിപ്പോയി. ഇതെന്താ ഇപ്പോൾ സംഭവം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ റോല് നമുക്ക് ഇപ്പം ഡോക്ടർ ഷഫീറും സ്മിതയും അതിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒന്നും കൂടി ക്ലിയറായി. മറ്റേ ഞാൻ കൺഫ്യൂഷൻ, എന്താണ് സംഭവം, ഇത് റോൾ എന്താണ്, അപ്പോൾ കോളം എന്താണ് എന്നുള്ളത് ഇന്നലെ കൺഫ്യൂഷനായിപ്പോയി എനിക്ക്. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് ക്ലിയർ ആയിട്ടുണ്ട്. അതിൽ ഇപ്പം ഡോക്ടർ ബിന്ദു പറഞ്ഞ പോലെ കൂടുതൽ നമ്മൾ ഫൈനായിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ മെല്ലെ സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്.